പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് KR മീരയുടെ ഓർമ്മയുടെ ഞെരുമ്പ് എന്നാണ്. കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആ വീഡിയോയിൽ നമ്മൾ KR മീരയെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പുസ്തകം വായിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും സ്കൂളിൽ വന്ന് പുസ്തകം വാങ്ങിച്ചോ? അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പുസ്തകം കിട്ടാത്തവരെല്ലാം വന്ന് അത് വാങ്ങിച്ചിരിക്കണം. ഞാനതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട്. എല്ലാ വീഡിയോയുടെ ഒപ്പം ഞാൻ എടുക്കുന്ന പാഠഭാഗത്തിൻ്റെ ഫോട്ടോ അയക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതും വായിച്ചിരിക്കണം. പുസ്തകം അധികം വൈകാതെ തന്നെ വാങ്ങുക. പിന്നെ വായിക്കുന്ന ഭാഗം നിങ്ങളുടെ വായന എങ്ങനെയാണ് എന്ന് എനിക്കറിയണം. വായനയുടെ ഒരു വീഡിയോ എടുത്ത് അയക്കണം. വീഡിയോ വേണമെന്നില്ല, ഓഡിയോ ആയാലും മതി. ഹോം അസൈൻമെൻറ്റിൽ അയക്കുക. ഞാനതിൽ എഴുതി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് അയക്കാനായിട്ട് പറ്റും. കുറച്ച് മതി, ഒരു 5 മിനിറ്റ് അത്ര പോകുന്ന ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഓർമ്മയുടെ ഞരമ്പ് അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. ആരാണ് എഴുതിയിട്ടുള്ളത്? KR മീര. KR മീരയെക്കുറിച്ച് നമ്മൾ ഇന്നലെ വിശദമായി തന്നെ പഠിച്ചു. ഇനി നമുക്ക് ആ പാഠഭാഗം ആരൊക്കെയാണ് അതിലുള്ളത്? ഒരു വൃദ്ധയുണ്ട് അല്ലേ? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന വൃദ്ധ. ആ വൃദ്ധയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പെൺകുട്ടി. വൃദ്ധയുടെ ആരാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ മുൻപ് പരിചയമില്ലാത്ത ഒരു കുട്ടിയാണത്. ആദ്യമായിട്ട് ആ മുറിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ വൃദ്ധ യാതൊരു മുഖവുരയും കൂടാതെ ചോദിക്കുകയാണ്, കുട്ടി എഴുതുമോ? കുട്ടിയെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ വേറെ കാര്യമൊന്നും വൃദ്ധയ്ക്ക് അറിയില്ല. വൃദ്ധ കണ്ട വഴിക്ക് ചോദിച്ചത് കുട്ടി എഴുതുമോ എന്നാണ്. അപ്പോൾ എഴുത്തിൻ്റെയും വായനയുടെയും ഒരു പ്രാധാന്യം, വൃദ്ധയായിട്ട് പോലും അവർ ആ പ്രാധാന്യം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സ്ത്രീയാണത്. പുതിയ തലമുറയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃകയാണ് എഴുത്തും വായനയും. അത് എത്രത്തോളം നമ്മൾ എത്ര വാർദ്ധക്യമായാലും ഏതു മറവിയിൽ ചെന്നാലും ആ എഴുത്തും വായനയുടെ അംശം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു പാഠമാണ്. അപ്പം ഞാൻ തുടങ്ങാം. പാഠം ഒന്ന് വായിക്കാം. ഓർമ്മയുടെ ഞെരുമ്പ്, KR മീര. തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയായിരുന്നു അവരുടെ ശബ്ദം. ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഞരമ്പ് ഒരു വെല്ലുവിളി പോലെ എഴുന്നു നിന്നു. കണ്ണട അല്പമൊന്ന് നേരെയാക്കി, പ്രത്യേകിച്ച് മുഖവുരയൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു, കുട്ടി എഴുതുമോ? പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല. അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു. ഇടയ്ക്ക് യാദൃച്ഛികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു. തലയോട്ടി പാതിയും പുറത്ത് കാണാം. എങ്കിലും അങ്ങെങ്ങ് ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. വള്ളത്തോളിൽ വന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്. വൃദ്ധ പറഞ്ഞു. സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരുടെ വെപ്പുപല്ല് സെറ്റ് ദയനീയതയുടെ പുറത്തേക്ക് ഉന്തി വന്നു. അസ്വസ്ഥത മറയ്ക്കാൻ എന്നതുപോലെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഇളം നീല ഷോളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റിമുറുക്കുകയും അഴിക്കുകയും ചെയ്തു. അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും ഭ്രാന്തല്ലേ? നൈലോണും നൈലക്സും ഒക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു. ഖദറേ ഉടുക്കൂ. എനിക്ക് കറുത്ത കരയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. അന്ന് സാരി എടുക്കുന്നത് പോലും വലിയ ഫാഷനല്ലേ? അപ്പോൾ നമ്മളിവിടെ വരെയാണ് എടുത്തു നിർത്തിയത്. വൃദ്ധ ഒരു സമ്മേളനത്തെക്കുറിച്ച് പറയുകയാണ്. വള്ളത്തോളിൽ വന്ന ആ ഒരു സമ്മേളനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്ന് ദേശീയത മുറ്റി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച സമയമാണ്. വിദേശ വസ്ത്രങ്ങളെല്ലാം ബഹിഷ്കരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഖാദി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനമായിരുന്നു. അപ്പോൾ ഈ വൃദ്ധയ്ക്കും ഒരു കറുത്ത കരയുള്ള ഖാദി സാരി ഉണ്ടായിരുന്നു. അന്ന് അഭിമാനപൂർവ്വം ആണ്. മാത്രമല്ല അന്ന് സാരി എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഫാഷനാണ്. എല്ലാവർക്കും ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, എല്ലാവരും എടുക്കുകയില്ല, അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല.
പക്ഷെ വൃദ്ധയ്ക്ക് ഒരു കറുത്ത കരയുള്ള സാരി ഉണ്ടായിരുന്നു. പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി. നമുക്ക് പെൺകുട്ടിക്കും എഴുത്തും വായനയൊക്കെ ഇഷ്ടമാണ്. അതാണ് പുസ്തക ഷെൽഫ് കണ്ടപ്പോൾ അതിലേക്ക് നോക്കുന്നത്. അത് ഒരു പ്രത്യേകതയാണ്. പുസ്തകം കണ്ടു കഴിഞ്ഞാൽ ഒന്നെടുത്ത് മറിച്ച് നോക്കുക, ഏതൊക്കെ പുസ്തകമാണെന്നൊന്ന് പരിധി നോക്കുക. പുസ്തക ഷെൽഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ താല്പര്യം അതിൻ്റെ അടുത്തേക്കായിരിക്കും നമ്മുടെ കണ്ണു പോവുക. അപ്പോൾ പുസ്തക ഷെൽഫിലേക്ക് ആ പെൺകുട്ടി കണ്ണോടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം പെൺകുട്ടിക്കും എഴുത്തും വായനയിലും താല്പര്യമുണ്ട്. ഷെൽഫിന്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു. പഴയ കുറച്ച് ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. ആരെയോ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ മേധാവിത്വ ഭാവത്തോടെ തലയെടുത്തു നിന്നു. ഒരു മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഉണ്ടായിരുന്നു. അതെങ്ങനെ തലയെടുത്ത് നിന്നു. അപ്പോൾ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു പ്രധാന ആളായിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രധാനിയായിരിക്കണം. ആ ചിത്രം വളരെ പ്രാധാന്യത്തോടെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ പാറ്റ് കടണ്ടതും വെള്ളം ഒലിച്ച കറ വീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി. ഇപ്പോഴത്തെ ഫോട്ടോകളൊന്നും ഫ്രെയിം ചെയ്ത് അത്ര പെട്ടെന്ന് കേടാവില്ല. ലാമിനേറ്റ് ഒക്കെ ചെയ്ത് കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷെ പണ്ടത്തെ ഫോട്ടോ ഫ്രെയിം ചില്ലൊക്കെ ഇട്ടിട്ട് ആ ഫ്രെയിം കുറച്ച് കഴിയുമ്പോൾ പാറ്റുകൾ, പുസ്തകപ്പുഴുക്കൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി അതിനെ കരണ്ട് തിന്നും. അങ്ങനെ കരണ്ട് തിന്നുമ്പോൾ പിന്നെ അത് കേടായി വെള്ളം ഈർപ്പം വരും. ടൈറ്റ് ആയിട്ടിരിക്കണം. ആ ഈർപ്പം വന്ന് ഫോട്ടോകളൊക്കെ മാഞ്ഞൊക്കെ പോവും, ഒരു ഭാഗമൊക്കെ അടർന്ന് പോകും. ബാക്കിയൊക്കെ പാറ്റ കരണ്ടതും വെള്ളമൊലിച്ച കറ വീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി. രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകളിൽ കുറെ നോട്ട് ബുക്കുകൾ മാത്രം. പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി. വൃദ്ധയെ നോക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ആ മുടിയില്ലാത്ത തല, വല്ലപ്പോഴും ഓരോ കറുത്തഴയുള്ള നരച്ച മുടികളുള്ള തലയോട് കാണുന്ന ആ തലയൊന്നും അത്ര ഭംഗിയില്ല കാണാനായിട്ട്. വൃദ്ധയുടെ ആ രൂപം ഒന്നും അത്രയ്ക്കാണ്ട് ഇഷ്ടമായില്ല. എന്തോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപം. ആ പല്ല് സെറ്റ് ഇളകുമ്പോഴൊക്കെ ഈ പെൺകുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കാണാതെ ആദ്യം ഷാളിനെ ഇങ്ങനെ കെട്ടഴിച്ചൊക്കെ വെറുതെ തിരിപ്പിടിച്ച് നിന്നു. പിന്നെ പുസ്തക ഷെൽഫിലേക്ക് നോക്കി. അവിടേക്ക് ഇവിടേക്കൊക്കെ നോട്ടം വായിക്കുകയാണ്. ആ ഇഷ്ടമില്ലാത്ത ആ സംഭവങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി. വല്യമാമ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി. വൃദ്ധയ്ക്ക് സന്തോഷം. ആരെങ്കിലും ഒരാൾ കേൾക്കാനുണ്ടാവുക. വൃദ്ധമാര് അങ്ങനെയാണ്. പ്രായമായവര് അവർ പറയണ കേൾക്കാനൊന്നും പലരും ചെന്നിരിക്കില്ല. അത് നമ്മളൊരു നല്ല കേൾവിക്കാരനാവുക എന്നത് ഏറ്റവും നല്ല കാര്യമാണ്. മറ്റൊരാൾ പറയുന്നത് കേട്ട് നിൽക്കുക. അതിന് കുറച്ച് ക്ഷമ വേണം. അവരുടെ ആശയം, മറ്റുള്ളവരുടെ ആശയം, നമുക്ക് പറയാനുള്ളത് മാത്രം പറയാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കണം. അത് ഒരു വലിയ ഗുണമാണ്. വൃദ്ധ പറയുന്നതൊന്നും ഈ പെൺകുട്ടിക്ക് ആദ്യം അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ വൃദ്ധ പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ വൃദ്ധയ്ക്ക് ആഗ്രഹം, എനിക്ക് പറയാനുള്ളതൊക്കെ പറയാൻ ഒരാളെ കിട്ടിയല്ലോ എന്നുള്ള ആ ഒരൊറ്റ സന്തോഷത്തിൽ ഒരാളെ കിട്ടിയപ്പോഴേക്കും പറയാനുള്ളതൊക്കെ കണ്ട് പറഞ്ഞു തുടങ്ങാണ്. അപ്പോൾ ഒരു കവിത എഴുതിയ കാര്യം പറയാണ്. വല്യമാമ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി, സമ്മേളനത്തിൽ വായിച്ചു. ആ വള്ളത്തോൾ വന്ന സമ്മേളനമാണല്ലേ. അപ്പൊ ഇത്രയും വലിയ കവി, ആ മഹാകവിയുടെ അടുത്ത് ഇങ്ങനെ അന്ന് കവിത എഴുതിയിട്ട് ആ സമ്മേളനത്തിൽ കവിത എഴുതി, കവിത ചൊല്ലാം, താൻ തന്നെ എഴുതിയ കവിത ചൊല്ലാം, കവിത വായിക്കാം എന്ന് കേട്ടാൽ എന്തൊരു അഭിമാനമാണല്ലേ. അപ്പൊ ഈ വൃദ്ധ നല്ല ഒരു അഭിവന്ധിയായ സ്ത്രീയാണ്. വല്യമാമ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി, സമ്മേളനത്തിൽ വായിച്ചു. അല്പരാമെങ്ങടെ തുച്ഛവാടികളിലും കൽപ്പനാസൂനങ്ങൾ തൻ സൗരഭ്യം. എന്താ പറയുന്നത്? അല്പരാമെങ്ങടെ, ഞങ്ങളുടെ അടിയങ്ങളുടെ, വിനീതമായി പറയാണ്, അല്പരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളുടെ തുച്ഛവാടികളിലും, വളരെ കുറച്ച് ചെറിയ
പൂന്തോട്ടമാണ്. വാടി പൂന്തോട്ടം. തുച്ഛം, വളരെ ചെറുത്. ചെറിയ തോട്ടങ്ങളിലും കൽപ്പനാസൂനങ്ങൾ തൻ സൗരഭ്യം. കൽപ്പനാസൂനങ്ങൾ സാധാരണ പുഷ്പമല്ല. വാടികളിൽ, പൂന്തോട്ടങ്ങളിൽ എങ്ങനെയാണ് പൂക്കളാണ് ഉണ്ടാവുക. ഇവിടെ ഭാവനയാകുന്ന പൂക്കളുടെ സൗരഭ്യം. അപ്പോൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം? ശരിക്കും പൂന്തോട്ടത്തിന്റെ കാര്യമാണോ വൃദ്ധ പറഞ്ഞത്? അല്ല, കൽപ്പനയാകുന്ന പൂന്തോട്ടമാണ്. കൽപ്പനയാകുന്ന പൂക്കൾ വിടരുന്ന പൂന്തോട്ടം, അതായത് കവിത്വം. അപ്പോൾ മഹാകവിയുടെ മുന്നിൽ ഇവരൊക്കെ വളരെ തുച്ഛരാണ് എന്ന് സ്വയം പറയാണ്. ആ മഹാകവി ഇത്രയും മഹാകാവ്യങ്ങളും കവിതകളും ഖണ്ഡകാവ്യങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള വള്ളത്തോൾ മഹാകവി. വള്ളത്തോൾ മഹാകവിയുടെ മഹാകാവ്യം ഏതാണ്? ചിത്രയോഗം. അങ്ങനെയുള്ള മഹാകവി, ആ മഹാകവി വരുന്ന സമ്മേളനത്തിൽ തൻ്റെ കവിത, താൻ എഴുതിയ കവിത വായിക്കുകയാണ്. വളരെ വിനീതയായി പറയുകയാണ്, അല്പരാമെങ്ങടെ തുച്ഛവാടികളിൽ, വളരെ ചെറിയ പൂന്തോട്ടത്തിൽ ചെറിയ പൂക്കൾ മാത്രം, കൊച്ചു കൊച്ചു പൂക്കൾ മാത്രമാണ് വിരിയുന്നത്. ഒരു കൊച്ചു കവിത ഞങ്ങളും കുറച്ചൊക്കെ എഴുതും എന്ന് വളരെ അഭിമാനപൂർവം, വളരെ വിനയപൂർവം പറയുകയാണ്. അല്പരാമെങ്ങടെ തുച്ഛവാടികളിലും കൽപ്പനാസൂനങ്ങൾ തൻ സൗരഭ്യം. സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ലു സെറ്റുകൾ പുറത്തേക്ക് ഉന്തി. ഈ സൗരഭ്യം, അതുപോലെയുള്ള കട്ടിയുള്ള പദങ്ങളൊന്നും വൃദ്ധയ്ക്ക് ഉച്ചരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴും ആ പല്ല് സെറ്റ് പൊന്തി. ഇങ്ങനെ പൊന്തി വരുന്ന കാണുമ്പോൾ ഈ പെൺകുട്ടിക്ക് അത് ഭയങ്കര അസ്വസ്ഥതയാണ്. കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഒച്ച വല്ലാതെ നേർത്തു. തൊണ്ടയിൽ ആരോ പിടിച്ചു മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു. കവിത ഇങ്ങനെ ഈണത്തിൽ പാടാൻ വേണ്ടിയിട്ട്, പ്രായമായി കഴിഞ്ഞാൽ പാട്ട് പാടാനുള്ള കഴിവൊക്കെ പോകും. അപ്പോൾ അത് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഞെക്കി ഞരങ്ങിയൊക്കെയാണ് സംസാരിക്കുക. അപ്പോൾ പാട്ട് പാടാൻ കൂടിയായല്ലോ. അപ്പോൾ ആ മനസ്സിലുള്ള ആ ഈണത്തിൽ പാടാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു ഞരക്കം മാത്രമായിട്ട് അത് തീർന്നു. ഭംഗിയായി പാടാനൊന്നും ആ വൃദ്ധയ്ക്ക് സാധിക്കുന്നില്ല. കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഒച്ച വല്ലാതെ നേർത്തു. തൊണ്ടയിൽ ആരോ പിടിച്ചു മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു. മഹാകവി വൃദ്ധ വള്ളത്തോളിനെ മുന്നിൽ കാണുന്നത് പോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കരം കൂപ്പി. ആ അന്നത്തെ സമ്മേളനത്തിൽ കണ്ട മഹാകവിയെ ഇപ്പൊ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ അത് ആലോചിച്ചുകൊണ്ട്, മഹാകവിയുടെ മുമ്പിൽ എന്ന പോലെ ആലോചിച്ച് കരം കൂപ്പി ഇങ്ങനെ നിന്നു. വള്ളത്തോളിന് അത്രയ്ക്ക് ബഹുമാനമായിരുന്നു. സ്വാതന്ത്ര്യത്തോട് അത്രയ്ക്കും ആഗ്രഹമായിരുന്നു ഈ വൃദ്ധയ്ക്ക്. മഹാകവി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വൃദ്ധ വള്ളത്തോളിനെ മുന്നിൽ കാണുന്നത് പോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കൈകൂപ്പി. അദ്ദേഹം എന്നെ അടുത്തു വിളിച്ച് രണ്ടു കൈയും ഈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ. അപ്പോൾ ഈ കവിത ചൊല്ലിയപ്പോൾ അല്പരാമെങ്ങടെ തുച്ഛവാടികളിൽ കൽപ്പനാസൂനങ്ങൾ തൻ സൗരഭ്യം എന്ന് തുടങ്ങുന്ന ആ കവിത ചൊല്ലിയപ്പോൾ മഹാകവി എൻ്റെ ഈ തലയിൽ, ഈ തലയുടെ പ്രത്യേകത എന്താ? അന്ന് നല്ല സുന്ദരി കുട്ടിയായിരുന്നു. ഇന്ന് തലയോട് മാത്രം കാണുന്ന ആ തലയിൽ വെച്ചിട്ടാണ് പറയണത്. അന്ന് വള്ളത്തോൾ എൻ്റെ ഈ തലയിൽ കൈവച്ച് സരസ്വതി എന്ന് അനുഗ്രഹിച്ചു. സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടായാലാണ് എഴുത്തും വായനയും ഒക്കെ ഉണ്ടാകുക എന്ന് ഹിന്ദുവിൽ പുരാണത്തിൽ, ഹിന്ദു മതത്തിൽ ഒരു വിശ്വാസമുണ്ട്. സരസ്വതിയാണ് വിദ്യയുടെ ദേവതയായി ഹിന്ദുമതം പറയുന്നത്. അപ്പോൾ ആ സരസ്വതിയാണ് നിന്നിൽ വിളങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. സാക്ഷാൽ സരസ്വതി തന്നെ. അപ്പോൾ തുച്ഛരാമങ്ങൾ, അല്പരാമങ്ങളുടെ, ഞങ്ങൾ അല്പരാണെന്ന് വിനീതത്തോട് പറഞ്ഞപ്പോൾ മഹാകവി പറഞ്ഞു, അല്പരൊന്നുമല്ല, തുച്ഛവാടിയൊന്നുമല്ല, സാക്ഷാൽ സരസ്വതി തന്നെയാണ് നീ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നത് വൃദ്ധ തൻ്റെ മുന്നിൽ വള്ളത്തോൾ നിൽക്കുന്നത് പോലെ ഓർമ്മിക്കുകയാണ്.
വൃദ്ധ വള്ളത്തോളിന്റെ കരങ്ങൾ പതിഞ്ഞ സ്വന്തം തലയിൽ അരുമയായി തഴുകി. ഇത് വള്ളത്തോൾ നെറുകയിൽ വെച്ചിട്ടുള്ള കൈ വെച്ചിട്ടുള്ള ഈ തല അതെനിക്ക് എന്നും അഭിമാനമാണെന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടു കൂടി അവിടെ തഴുകുകയാണ്. നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി. അപ്പോ ഇത് മുഴുവൻ നരച്ചിട്ടൊന്നുമില്ല, ആകപ്പാടെ നരച്ചോ 1-2 കറുത്ത മുടി ഉണ്ട് എന്നാണ് വിചാരിച്ചത്. പിന്നെ തലയോട്ടിയും കാണുന്നുണ്ട്. പെൺകുട്ടി നോക്കിയപ്പോ കണ്ടു പെൺകുട്ടിക്ക് ആ വൃദ്ധയെ നോക്കാനൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടി തല ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോഴ് അവിടെ ആ വെളുത്ത മുടിയുടെ ഉള്ളില് പിന്നെയും കറുത്ത മുടികളുണ്ടല്ലോ എന്ന് നോക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും അവൾ കണ്ടെത്തി. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ. എപ്പോഴെങ്ങാണ്ടോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരി. പ്രായമായവരുടെ മുറിയിലൊക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വയ്ക്കും. ഇങ്ങനെ തൈലത്തിൻ്റെയോ മരുന്നിൻ്റെയോ ഒക്കെ മണം ആ മുറിയിൽ കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും. പ്രായമായവരുടെ മുറിയിൽ പല നല്ല പ്രായമായവരുടെയൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ടോയ്ലറ്റിലൊക്കെ തന്നെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വയറിനൊക്കെ ഭയങ്കര അസ്കിതകളുണ്ടായിരിക്കും. പലപ്പോഴും മൂത്രം അറിയാതെ പോയി എന്നിരിക്കും. അപ്പോൾ പലതിൻ്റെ അത് ശരിയായി ക്ലീൻ ചെയ്യേണ്ടത് നമ്മളെ പോലുള്ളവരാണ്, വാർദ്ധക്യമില്ലാത്തവരാണ്. ആ കൊച്ചു കുട്ടികളൊക്കെയാണ് അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം അവിടെ വേറൊരു ദുർഗന്ധവും ഇല്ലാതിരിക്കാൻ, ഈ മരുന്നിൻ്റെയും മറ്റുള്ള മണങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ചിലപ്പോൾ കർപ്പൂരമോ ചന്ദനത്തിരിയോ ഒക്കെ കത്തിച്ച് വെക്കാറുണ്ട്. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ. ജനാലയുടെ ഒരു ചുടുകാറ്റ് ഭ്രാന്തെടുത്ത് കടന്നു വന്ന് മുറിയിൽ കോലാഹലമുയർത്തി. ജനാലയിലൂടെ ഒരു ചുടുകാറ്റ്, കുളിർകാറ്റില്ല, ഇപ്പോൾ ചൂടുള്ള സമയമായിട്ടുണ്ടായിരിക്കും. ചുടുകാറ്റ് ഭ്രാന്തെടുത്തതുപോലെ കടന്നു വന്ന്, ജനാലയിലൂടെ ഒരു ചുടുകാറ്റ് ഭ്രാന്തെടുത്തതുപോലെ കടന്നു വന്ന് മുറിയിലാകെ കോലാഹലമുണ്ടാക്കി. പെട്ടെന്ന് മങ്ങിയ വിരിയിട്ട മേശമേലിരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു. അപ്പോൾ ഒരു കാറ്റ് ജനലിക്കൂടെ വന്നപ്പോൾ അവിടെ ജനലിൻ്റെ അവിടെ ഒരു ഫ്ലാസ്ക്, ആ ഫ്ലാസ്ക് ഒന്ന് ചെറുതായി ഒന്ന് വിറച്ചു. അരികിലിരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണുരുണ്ടു. അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു. അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം സൂക്ഷ്മമായിട്ടുള്ള വിവരണമാണ് ആ മുറിയുടെ. ആ സമയത്ത് പെൺകുട്ടി അവിടെ നിൽക്കുമ്പോൾ ഒരു ചൂടുള്ള കാറ്റ് വന്നു. ആ ചൂടുള്ള കാറ്റ് വന്നോടുകൂടി അതിങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന കാറ്റായിരുന്നു. ഒത്തിരി വലിയ കാറ്റായിരുന്നു. ജനൽ കർട്ടനൊക്കെ നന്നായിട്ട് ഇളകി, അവിടെ ഇരുന്ന ഫ്ലാസ്ക് ഒന്ന് ഇളകി. എവിടെ ഉണ്ടായിരുന്ന ഒരു ഔഷധം എടുക്കുന്ന ഔൺസ് ഗ്ലാസ് കണ്ടിട്ടുണ്ടല്ലോ, ആ ഔൺസ് ഗ്ലാസ്സൊക്കെ തട്ടിമറിഞ്ഞ് വീണുരുണ്ടു. അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു. ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇത്രത്തോളായപ്പോഴേക്കും ആ ഗന്ധമൊക്കെ അവൾക്ക് ഇഷ്ടമായി തുടങ്ങി. അവൾക്ക് വൃദ്ധയെ ആദ്യം ഇഷ്ടമായിരുന്നില്ല, എന്നാലും അവൾ അവിടെ നിന്ന് പോയൊന്നുമില്ല. അതൊക്കെ നോക്കി കണ്ടൊക്കെ നിന്ന് സാവധാനം വൃദ്ധയെ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങി. ഇങ്ങനെ വള്ളത്തോൾ അനുഗ്രഹിച്ച ഒരു സ്ത്രീയാണ് എന്നൊക്കെ കേട്ടപ്പോൾ കുറച്ച് ഇഷ്ടം വന്നു തുടങ്ങി. കവിത എഴുതുന്ന സ്ത്രീയാണ് അതൊക്കെ പറഞ്ഞപ്പോൾ അതും കുറച്ചു നേരം വർത്താനമൊക്കെ കേട്ടപ്പോൾ ആ വൃദ്ധയെ അവൾ സ്നേഹിക്കാൻ തുടങ്ങി. ആ പരിസരവും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ചന്ദനത്തിരിയുടെ ആ ഗന്ധം, ഔഷധങ്ങളുടെ ഗന്ധം ഒക്കെ അവൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും വായുസഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് കണ്ടത്? ഇന്നലത്തെ പറഞ്ഞു പെൺകുട്ടി ആ മുറിയിലേക്ക് കടന്നു വന്നു. വൃദ്ധ ചോദിച്ചു കുട്ടി എഴുതുമോ എന്ന് ചോദിച്ചു. പിന്നെ വൃദ്ധ വള്ളത്തോളിൻ്റെ സമ്മേളനത്തിന് പോയത് പറഞ്ഞു. വൃദ്ധ എഴുതിയ കവിത അമ്മാമ്മ പറഞ്ഞിട്ട് വലിയമ്മാമ്മ പറഞ്ഞ് വായിച്ച കാര്യം പറഞ്ഞു. പിന്നെ
വെള്ളത്തോള് കൈവച്ച് വൃദ്ധയെ അനുഗ്രഹിച്ചു. അപ്പം ആദ്യം പെൺകുട്ടിക്ക് ഈർഷ്യയായിരുന്നു തോന്നിയത്. ഈ സ്വാതന്ത്ര്യമെന്നും സൗരഭ്യമെന്നും ഒക്കെ പറയുമ്പോൾ ഈ വെപ്പ് പല്ല് സെറ്റ് ഇങ്ങനെ ഉന്തി വരുന്നത് കാണുമ്പോൾ പെൺകുട്ടിക്ക് അസ്വസ്ഥത തോന്നി. അതുപോലെ നരച്ച മുടിയുടെ ഇടയിൽ ചില കറുത്ത മുടികൾ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. വീണ്ടും ആ തലോടിയപ്പോൾ അതിൻ്റെ അടിയിലും കൂടെ കുറച്ച് കറുത്ത മുടികൾ കൂടിയുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ വിചാരിക്കുക നല്ല മുഴുവനും നരച്ചിട്ടൊന്നുമില്ല, കറുത്ത മുടികളുണ്ട് എന്ന് സന്തോഷത്തോടെ വിചാരിക്കണേ. അയ്യോ ഇതൊന്നും നരച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ഈർഷ്യ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും കുറച്ചുകൂടിയൊക്കെ സംസാരം കേട്ടപ്പോൾ അവിടുത്തെ ഗന്ധവും ഇതൊക്കെ അവിടെ കുറച്ചുകൂടെ നിന്നപ്പോൾ ആ ചന്ദനത്തിരിയുടെ ഗന്ധം, ഔഷധത്തിൻ്റെ ഗന്ധം, അതിനോടൊക്കെ ഈ പെൺകുട്ടി ഇണങ്ങി ചേർന്നു. പിന്നെ ബാക്കി ഭാഗം നാളെ എടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നന്നായി വായിക്കുക. ഇതിൽ നിന്ന് വരാവുന്ന കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ കണ്ടെത്തുക ഇതെന്നും പറയുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് ചോദ്യങ്ങൾ അതിൽ അസൈൻമെൻറ്റിൽ എഴുതിയിട്ടിട്ടുണ്ടോ എന്ന് ഞാൻ എന്നും പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടാൽ കമൻസ് ഇടുക, ലൈക്ക് ഇടുക. നമ്മൾ യൂട്യൂബിലൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങളുടെ പ്രതികരണം അറിയാൻ എനിക്ക് അതേ വഴിയുള്ളൂ. നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതാണ് ഞാൻ തരേണ്ടത്, അല്ലേ? നിങ്ങൾ ഏത് രീതിയിലാണ് ഞാൻ പകർന്നു തരേണ്ടത് എന്ന് നിങ്ങളാണ് എന്നോട് ആവശ്യപ്പെടേണ്ടത്. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, വിദ്യ അർത്ഥിക്കുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയ്ക്കും. ഇനി അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.